കണ്ണൂർ കോർപ്പറേഷൻ്റെ മരക്കാർകണ്ടി STP പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുടെ ഭാഗമായിട്ടാണ് പത്രസമ്മേളനം. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. എന്നാൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി പത്രമാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അതിനെതിരെ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ്, വസ്തുതകൾ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഒരുപാട് പരിണിതപ്രജ്ഞരായ CPMൻ്റെ നേതാക്കന്മാർ ഇരുന്ന സീറ്റിലാണ് മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്ന KK രാഗേഷ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിനുള്ള വിമർശനങ്ങൾ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ മോശപ്പെട്ട രീതിയിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളെ അത് താറടിച്ച് കാണിക്കാൻ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പദ്ധതി പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വനാധികാരികൾ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ സംവിധാനങ്ങൾ വളരെ ശക്തമായി, നമ്മുടെ ഭരണാധികാരികൾ, മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വാർഡ് വിഭജനത്തിൽ മൈക്ക് കട്ടായ തുടക്കത്തിൽ ഉണ്ടായത്, വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടപെടൽ നടത്തുകയും എന്നാൽ വാർഡ് വിഭജനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാതാവുകയും ഉദ്യോഗസ്ഥർ വാർഡ് വിഭജനങ്ങൾ അത് സത്യസന്ധമായി ചെയ്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർക്ക് എല്ലാ പ്രതീക്ഷകളും, കോർപ്പറേഷനിലുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ്, വെപ്രാളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നട്ടാൽ മുളക്കാത്ത നുണകളാണ്. ആദ്യം ഒരുപാട് കാലത്തോളം ചേലൂരിലെ ലെഗസി വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലം അതിൻ്റെ പിറകെ പോയി. ഏറ്റവും അവസാനം അതിലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഒരു വിഷയത്തിന് വേണ്ടി അങ്ങനെ അന്വേഷിച്ച് നടന്ന് കയ്യിൽ കിട്ടിയ കടലാസുമായി അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാതെയാണ് ബഹുമാനപ്പെട്ട CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഇടപെട്ടുള്ളത്. എനിക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി വന്നത്, അദ്ദേഹത്തിന് സ്വബോധത്തോടെയാണോ അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. കാരണം ഈ മരക്കാർകണ്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം വാട്ടർ അതോറിറ്റി ആയിരുന്നു ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ളത്, കണ്ണൂർ കോർപ്പറേഷൻ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രവർത്തികൾ വാട്ടർ അതോറിറ്റി ഇത്തരം പ്രവൃത്തിയായി മുന്നോട്ട് പോകാതിരിക്കുകയും കോർപ്പറേഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൗൺസിൽ തീരുമാനത്തിൻ്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയും ഓപ്പൺ ടെൻഡർ വിളിക്കുന്നതിന് വേണ്ടി അനുമതി തേടുകയും സർക്കാർ അത് അനുമതി തരികയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുകയാണ്. ഒന്ന്, DBOT മാതൃകയിൽ ടെൻഡർ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സർക്കാർ ഇറക്കിയ ഉത്തരവാണ് നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത്. മറ്റൊന്ന്, ഓപ്പൺ ടെൻഡറുമായി പോകാമെന്ന് കൗൺസിലിൻ്റെ തീരുമാനത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് അമൃത് മിഷൻ ഡയറക്ടർ നൽകിയ കത്താണ് അത് നിങ്ങളുടെ മുമ്പാകെ ഞാൻ കാണിക്കുന്നത്. അങ്ങനെ അത്തരം വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും വളരെ കൃത്യമായി സുതാര്യമായി ടെക്നിക്കൽ കമ്മിറ്റികൾ ഉൾപ്പെടെ ആ കമ്മിറ്റികളൊക്കെ കോർപ്പറേഷൻ്റെ
കൗൺസിൽ യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ്. ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച കൗൺസിൽ തീരുമാനത്തിൻ്റെ മിനിറ്റ്സാണിത്. അതുപോലെ ടെൻഡർ വിളിക്കാൻ വേണ്ടി ടെൻഡറിലെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിച്ച കൗൺസിൽ തീരുമാനം. ഇതൊക്കെ CPM-ൻ്റെ കൗൺസിലർമാർ ഉൾപ്പെടെ കൗൺസിലിലുണ്ട്. അവരൊന്നും അത് ഡിസെൻഡിങ് ചെയ്യുകയോ ഒന്നുമില്ല. അതൊക്കെ അവരും കൂടി അംഗീകരിച്ചതാണ് എന്നുള്ളതാണ് വസ്തുത. അതൊക്കെ വെച്ചത് കൊണ്ടാണ് പ്രവർത്തികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. 24/7/2025 ആദ്യമായി ഓപ്പൺ ടെൻഡർ വിളിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഓപ്പൺ ടെൻഡറിൽ നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ന്യായപരമായ തീരുമാനങ്ങൾ എടുക്കും എന്നതിനപ്പുറം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കീഴുദ്യോഗസ്ഥന്മാരാണ് കാര്യങ്ങൾ ചെയ്യാറ്. അങ്ങനെ 24/7/2025 ടെൻഡർ വിളിക്കുകയും എന്നാൽ ആ ടെൻഡറിൽ അന്ന് വൈകുന്നേരമാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. CPM ജില്ലാ സെക്രട്ടറി പറയുന്ന ആദ്യം 50 കോടി കാണിച്ചു, പിന്നീട് 100 കോടി എന്ന് അതിലെ കൂടെ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അത് അന്നത്തെ ടെൻഡറിൽ ഓവർസിയർ DB ആണ് കാര്യങ്ങൾ ചെയ്യുക. അദ്ദേഹം ചെയ്തപ്പോഴുണ്ടായിരുന്ന ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. വൈകുന്നേരമാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളത്. പിറ്റേന്ന് രാവിലെ തന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽ, അന്ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുബ്രഹ്മണ്യമായിരുന്നു, അദ്ദേഹം ട്രാൻസ്ഫറായി പോയി. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അത് പിറ്റേന്ന് രാവിലെ തന്നെ അത് തിരുത്താൻ ആവശ്യപ്പെടുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ദിവസം 24-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് വിളിച്ച ടെൻഡർ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് തന്നെ തിരുത്തിയിട്ടുണ്ട്. പത്രങ്ങളിൽ കൃത്യമായി ഈ പ്രൊജക്റ്റ് 140 കോടിയുടേതാണ് എന്ന് വളരെ വ്യക്തമായി ഈ ഹിന്ദു, അതുപോലെ മറ്റൊരു മലയാള മനോരമ പത്രമാണ്, അതിലൊക്കെ പ്രസിദ്ധീകരിച്ച പരസ്യങ്ങൾ നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. അന്ന് ആ തിരുത്തുകയും എന്നാൽ പിന്നീട് ആ ടെൻഡറിൽ ചില ടെക്നിക്കൽ പോരായ്മകൾ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും അത് 6/8 ആഗസ്റ്റ് മാസം 6/8 അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. കാരണം അതിൽ ഈ ടെക്നിക്കൽ ബിഡും അതുപോലെ ഫിനാൻസ് ബിഡും രണ്ടും ഒരേ സമയത്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഓവർസിയറുടെ ഭാഗത്ത്, കാരണം അതിൽ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഓവർസിയർ പുതുതായി ചാർജ് എടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനമില്ലായ്മ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ ആദ്യത്തെ ടെൻഡറിൽ അതിൽ പ്രീ ബിഡ് മീറ്റിംഗ് വിളിക്കും. പ്രീ ബിഡ് മീറ്റിങ്ങിൽ 16 കമ്പനികൾ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതും അന്ന് ഈ പറഞ്ഞ ഒരു ടെൻഡർ ക്യാൻസൽ ചെയ്യുകയും വീണ്ടും ടെൻഡർ വിളിച്ചിട്ടുള്ളത്. അത് ടെൻഡർ വിളിച്ചത് 20/8 ടെൻഡർ വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ കോപ്പിയാണ് നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത്. ഇത് DBOT സ്കീമാണ്. ടെൻഡർ വിളിക്കുമ്പോൾ DBOT സ്കീമാകുമ്പോൾ അതിൽ എന്തൊക്കെ വേണം എന്ന് മാത്രമേ പറയൂ. അതറിയാനുള്ള പരിജ്ഞാനം അദ്ദേഹത്തിന് ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ രാജ്യസഭാ അംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്ത ആളാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം അദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയെങ്കിലും കോർപ്പറേഷൻ ഭരണം കയ്യിലാക്കണം എന്നതിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന നുണപ്രചരണങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആ ടെൻഡർ വിളിക്കുകയും ആ ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രീ ബിഡ് മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. പ്രീ ബിഡ് മീറ്റിങ്ങിന് ശേഷം സൈറ്റ് സന്ദർശനം നടത്തുക. അതൊക്കെ ഉദ്യോഗസ്ഥരാണ്. അതിൽ മേയർക്ക് അത്തരം വിഷയങ്ങൾ മേയർക്കോ മറ്റോ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കൾക്കോ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. അതൊക്കെ ടെക്നിക്കൽ കമ്മിറ്റി, അതിൽ ബന്ധപ്പെട്ടവർ, ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്ത വിഷയമാണ്. പിന്നീട് ടെക്നിക്കൽ കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും ടെക്നിക്കൽ കമ്മിറ്റി ഞാൻ നേരത്തെ കാണിച്ചു തന്നു. കൗൺസിൽ തീരുമാനമെടുത്ത് രൂപീകരിച്ച ടെക്നിക്കൽ കമ്മിറ്റി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മേയറും അതുപോലെ ഡെപ്യൂട്ടി മേയറും
ഒക്കെ ആ കമ്മിറ്റിയോട് ഞങ്ങൾക്ക് ടെക്നിക്കലായി അറിവില്ലാത്തവരാണ്. ആ സെക്രട്ടറി ഉൾപ്പെടെയുണ്ട്. പക്ഷേ ആ ടെക്നിക്കൽ കമ്മിറ്റിയിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെ, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ എഞ്ചിനീയേഴ്സ്, അങ്ങനെ എൻവിറോൺമെൻറ്റ് എഞ്ചിനീയർ, അങ്ങനെ ഒരുപാട് ആളുകളുള്ള ഒരു കമ്മിറ്റിയിൽ അവരുടെ മുമ്പാകെ നടത്തിയ പ്രസൻറ്റേഷനിൽ ആണ് ഈ പറയപ്പെട്ട കമ്പനിക്ക് അവരുടെ ടെക്നിക്കൽ ബിഡ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ യഥാർത്ഥത്തിൽ ഞങ്ങളെന്ത് ചെയ്തു എന്നുള്ളതാണ്. ആ ടെക്നിക്കൽ ബിഡ് അംഗീകരിക്കുകയും പിന്നീട് അവർക്ക് LOA കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് അവരെ എഗ്രിമെൻ്റ് വെക്കാൻ വേണ്ടി LOA കൊടുത്തു എന്നുള്ളതാണ്. അത് ശരി തന്നെയാണ്. LOA കൊടുക്കും. സാധാരണ ഒരു ടെൻഡർ നടപടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സിങ് എന്ന് പറയുന്നത് LOA തന്നെയാണ്. ഞങ്ങൾക്ക് നേരത്തെ അമൃത് മിഷന് തന്ന ഡയറക്ഷൻ പ്രകാരമാണ് ഞങ്ങൾ ടെൻഡർ വിളിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട്, പ്രവൃത്തി അവാർഡ് ചെയ്യുന്നത്, എഗ്രിമെൻ്റ് വെക്കുന്നത് SLTC കമ്മിറ്റിക്ക് ശേഷം മാത്രമേ ആകാവൂ എന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും അത് അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. അദ്ദേഹം LOA നിങ്ങളുടെ മുമ്പാകെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളാരും ഇങ്ങനെ കാണിച്ചത് വീഡിയോയിൽ കാണിച്ചു എന്നല്ലാതെ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് ഇത് വായിക്കാൻ അറിയാഞ്ഞിട്ടോ എന്ന് ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇന്ന് CPMൻ്റെ പല ആളുകളും ഉന്നതമായ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തത് പല രീതിയിലാണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെ റാങ്ക് തിരുത്തിക്കൊണ്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നത് എന്ന വസ്തുത നിങ്ങളൊക്കെ അറിയണം. അദ്ദേഹം ആ രീതിയിലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ വളരെ കൃത്യമായി നമ്മൾ LOA കൊടുത്തതിൽ point 2, the contractor shall enter into a contract agreement with the agreement authority within 14 days from the date of according to the administrative sanction. അതാണ് SLTC. അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള വിവരവും പോലില്ലാത്ത ഒരു ജില്ലാ സെക്രട്ടറി ആണോ CPMൻ്റെതെന്ന് സംശയിച്ചു പോകുന്നു. ഇത്രമാത്രം വിവരമില്ലാത്ത ആളാണോ ഇത്രയും ഉന്നതമായ സ്ഥാനം കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ദേഷ്യമൊന്നുമില്ല, സഹതാപമാണ്. ആ പാർട്ടിയോട് സഹതാപമാണ്. കാരണം മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്ന വളരെ ഉന്നതരായ ആളുകളെ തഴഞ്ഞുകൊണ്ട് ആ ഉന്നതന്മാരോടൊക്കെ ഞങ്ങൾക്ക് സഹതാപമുണ്ട്. കാരണം അവരൊക്കെ അർഹതപ്പെട്ട സ്ഥാനമാണ് ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്ന വ്യക്തി തട്ടിപ്പറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ പറയാനുമുള്ളത്. കാരണം ഇതിലേക്ക് വളരെ കൃത്യമായി പറഞ്ഞ സ്ഥിതിക്ക് ഇതിനപ്പുറം എന്താണ് വസ്തുത എന്ന് യഥാർത്ഥത്തിൽ എനിക്ക് പറയാൻ അറിയില്ല. ഇതിൻ്റെ അപ്പുറം ഒരു വസ്തുത ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ രീതിയിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്നെ ടെൻഡറിൽ എടുത്ത കരാറുകാർ കാണാൻ വന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അന്നേരം തന്നെ പറയണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വന്ന കരാറുകാരൻ്റെ നമ്പർ അദ്ദേഹം വാങ്ങി വെച്ചു. പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വെളിപ്പെടുത്തിയത്. അപ്പോൾ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ടാകാം, പിന്നീട് വിളിച്ചിട്ടുണ്ടാകാം, കരാർ ഉറപ്പിക്കാൻ നോക്കിയിട്ട് തുകയുടെ കാര്യത്തിൽ കരാർ ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പറഞ്ഞ തുക കിട്ടാത്തതിൻ്റെ ഭാഗമായി അതിലുള്ള നിരാശയായിരിക്കാം. യഥാർത്ഥത്തിൽ 140 കോടിയുടെ ഒരു പ്രൊജക്റ്റ്, അത് 100 കോടി അഴിമതി എന്ന് പറയുമ്പോൾ പിന്നെ പ്രൊജക്റ്റ് എന്താണെന്നുള്ള വിശ്വസിക്കാനുള്ള ഒരു സാമാന്യ ബോധം ആളുകൾക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അണികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുമല്ല, അവരെ ഭീഷണിപ്പെടുത്തി അതിൻ്റെ ഭാഗമാക്കി പറയിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിലർ ഉൾപ്പെടെ അവർ സമരം നടത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടെ പ്രതിപക്ഷ കൗൺസിലർമാർ അവരുടെ സമരം കഴിഞ്ഞതിന് ശേഷം പറയും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഞങ്ങളുടെ പാർട്ടി നിർദ്ദേശമല്ല, ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ പാർട്ടി നിർദ്ദേശം പാലിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അവർ ഞങ്ങളോടൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ CPMൻ്റെ ഉപരോധമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പത്രക്കാരെ കാണാമെന്ന് 2:30 മണിക്ക് കാണാമെന്ന് പറഞ്ഞപ്പോൾ ആ പത്രസമ്മേളനം നടക്കാതിരിക്കാൻ വേണ്ടി അവിടെ 1:30 മണിക്ക് ഉപരോധമുണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങളിത് ഇങ്ങോട്ടേക്ക് പ്രസ് ക്ലബിലേക്ക് മാറ്റി. അപ്പോൾ ഇപ്പോൾ പറയുന്നു ഉപരോധമില്ല എന്ന്. യഥാർത്ഥത്തിൽ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി, പത്രസമ്മേളനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ ഇവിടെ എക്കാലത്തും ഭീഷണിപ്പെടുത്തി ആളുകളെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് ഇദ്ദേഹം വിചാരിക്കേണ്ട. ഇദ്ദേഹം ആ രീതിയിൽ വളർന്ന ആളായിരിക്കാം, ഗുണ്ടായുസം കൊണ്ട് വളർന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും രീതിയിൽ വളർന്ന് സ്ഥാനത്ത് ഒരു ഗോഡ് ഫാദർ ഉണ്ടായതുകൊണ്ട് പല സ്ഥാനത്തും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം.
അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പല വിഷയങ്ങളും അതെനിക്കിനി ഒരു വാർത്താ സമ്മേളനം കൂടി ഇനി വരാനുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൻ്റെ ഡാറ്റ കളക്ഷൻ നടത്തുന്നു. മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ അദ്ദേഹം MP ആയി ഇരുന്നപ്പോൾ കൊണ്ടുവന്ന CSR ഫണ്ട് ഉപയോഗിച്ച് മുദ്ര പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവന്ന പല ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് 48 കോടിയോളം, എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയില്ല, അത്തരം കോടിയോളം തുക ചെലവഴിച്ചുകൊണ്ടാണ് സ്കൂളിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കരാറ് പോലും കൊടുക്കാതെ നേരിട്ട് സർക്കാർ ഉത്തരവുണ്ടാക്കി നേരിട്ട് കൊടുത്തത്, ടെൻഡർ വിളിക്കാതെ നേരിട്ട് കൊടുത്തത്, അത് അഴിമതിയല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സമഗ്ര വിജ്ഞാന യജ്ഞത്തിൻ്റെ ഭാഗമായി മുണ്ടേരി പഞ്ചായത്തിലെ മുദ്ര അതൊരു സ്ഥിരം സംവിധാനമാക്കി അതിൻ്റെ തലപ്പത്ത് ഇദ്ദേഹം കൂട്ടാളികളും ഇരുന്നു കൊണ്ട് ആ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഭാഗമായി ലഭിക്കുന്ന തുകകൾ, അതിൻ്റെ ചിലവഴിയുന്ന ആ തുക എവിടേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡാറ്റ കളക്ഷൻ എടുക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രമേ എനിക്ക് അക്കാര്യങ്ങൾ പറയാൻ പറ്റൂ. അദ്ദേഹം ചെയ്ത ശീലങ്ങൾ വെച്ച്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിന്നുകൊണ്ട് നടത്തിയ പല അഴിമതികളും അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആ രീതിയിൽ ഇതും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാകാം, അത് നടക്കാത്തതിലുള്ള ജാള്യതയായിരിക്കാം ഇത്തരത്തിൽ അദ്ദേഹത്തെ ഈ രീതിയിൽ പത്രസമ്മേളനം ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിലേക്ക് നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ പറയാനുള്ളതും. വസ്തുതകളാണ് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞ LOയിൽ പറഞ്ഞ അത് അദ്ദേഹം വന്ന LO ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു LO കൊടുത്തു, മേയർ കരാർ ഉറപ്പിച്ചു എന്ന്. അതുപോലും വായിക്കാനുള്ള, അത് വായിച്ച് നോക്കാൻ പോലും കഴിയാതെ, അത് ഞാൻ മനസ്സിലാക്കുന്നത് കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ വാലാട്ടികളായിട്ടുണ്ട് എന്നുള്ളതാണ്. വിനീതദാസന്മാരായി, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകും. വിനീതദാസന്മാരായി ചില ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ പിന്നാലെയുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല. അത് നടന്നുകൊണ്ട് കണ്ണൂരിൻ്റെ ആസ്ഥാനം, കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവിക CPMൻ്റെ കോട്ട എന്നാണ് അവരൊക്കെ പറയാറ്. ഒരു കോട്ടയുമല്ല, ആ കോട്ട കൊത്തളങ്ങളൊക്കെ തകർന്നിടിഞ്ഞ് വർഷങ്ങളായി. കണ്ണൂർ നഗരസഭ വർഷങ്ങളായി UDF ഭരിച്ചതാണ്. കണ്ണൂർ കോർപ്പറേഷനും ആദ്യത്തെ ഒരു 4 വർഷം ജനങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ആ അബദ്ധം ജനങ്ങൾ വളരെ കൃത്യമായി തിരുത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുത്തത് 2020 ഞങ്ങൾ നല്ല ഭരണസമിതിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ ഭരണസമിതി തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിട്ടുണ്ടെന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ സംസാരങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷനിലെ വ്യാജ പ്രചരണങ്ങൾ നിരന്തരം ഉണ്ടാക്കുക, അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പല കൊള്ളരുതായ്മകളും പല കൊള്ളകളും, നിങ്ങൾക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് നടക്കുന്നു. പല രീതിയിലുള്ള അഴിമതികൾ, ധൂർത്തുകൾ പുറത്തു വരുന്നു. അപ്പോൾ അതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി പ്രാദേശികമായി ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ, ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭയിൽ അവിടുത്തെ സെക്രട്ടറി ഉപയോഗപ്പെടുത്തി ആ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ മോശമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ഞങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ പ്രാദേശികമായി ഓരോ ജില്ലയിലും UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അവരുടെ സർക്കാരിനെതിരെയുള്ള ജനരോഷം ഇല്ലാതാക്കാൻ, ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി കാട്ടുന്ന ഇത്തരം കോപ്രായങ്ങൾ, ഇത്തരം വിഡ്ഢിത്തങ്ങൾ എന്ന് പറയട്ടെ, ഈ കാര്യത്തിൽ ആ വിഡ്ഢിത്തം എന്ന് മാത്രമേ പറയൂ. ഇത്തരം വിഡ്ഢിത്തങ്ങൾ വലിച്ചു പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വബോധം ഇവർക്ക് നഷ്ടപ്പെട്ടു പോയോ എന്നാണ്. അങ്ങനെ ഒരു സിനിമയിൽ സലീം കുമാർ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഭ്രാന്തായതോ അതോ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഭ്രാന്തായോ എന്നുള്ളത്. അതിനെ ഓർമ്മിപ്പിക്കാത്ത ഉദകത്തിലാണ് ഇവിടെ KK രാഗേഷിനെ പറയാനുള്ളത്. പിന്നീട് വെല്ലുവിളിച്ചത് അദ്ദേഹം കേസ് കൊടുക്കട്ടെ എന്നാണ്. തീർച്ചയായും കേസ് കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നേതാക്കന്മാരുമായി UDF നേതാക്കന്മാർ സംസാരിച്ച് അതിൻ്റെ തീരുമാനങ്ങളുമായി പോകുന്നുണ്ട്. അതൊക്കെ വളരെ ആലോചിച്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-26 വർഷമായി ഒരു എയ്ഡഡ് മേഖലയിൽ ഒരു സ്കൂളിൽ ജോലി ചെയ്തു വരുന്ന ആളാണ്. എനിക്ക് കൃത്യമായി രാഷ്ട്രീയം എൻ്റെ തൊഴിലല്ല, ഞാൻ രാഷ്ട്രീയം ഒരു സേവനമായി കൊണ്ടു നടന്ന ആളാണ്. ഇപ്പോൾ
മേയർ പദവി കിട്ടിയതിന് ശേഷം രണ്ട് വർഷം ലീവ് എടുത്തിട്ടാണ് ഞാനുള്ളത്. ഞാൻ 10-26 വർഷം സർവീസുണ്ട്. അപ്പോൾ ആ സർവീസ് കാലയളവിൽ അത് ശമ്പളം വാങ്ങി ജീവിച്ചവനാണ്. ആരുടെ മുമ്പിലും എനിക്ക് ആരെയും പറ്റിക്കുകയോ ആരോട് കൈക്കൂലി വാങ്ങേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അതോടൊപ്പം കുടുംബപരമായ അത്യാവശ്യം ശേഷിയുമുണ്ട് എന്ന് ദൈവാനുഗ്രഹത്താൽ ശേഷിയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജോലി ചെയ്തതായി എനിക്കറിയില്ല. അദ്ദേഹം ആകെ ഒരു തവണയാണ് അദ്ദേഹം MP ആയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആസ്തി തീർച്ചയായും വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആസ്തികളെക്കുറിച്ച് പല രീതിയിലും ആളുകൾ പറയുന്നുണ്ട്. സത്യാവസ്ഥ എനിക്കറിയില്ല. അങ്ങനെ ആളുകൾ പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തന അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടി ആയാണ്. അതിന് പ്രത്യേകിച്ച് ജനപ്രതിനിധിക്ക് പറയാൻ അദ്ദേഹം എല്ലായിടത്തും നോമിനേറ്റഡാണ്. മത്സരിച്ചിട്ട് അദ്ദേഹത്തിനിടെ ജയിക്കാൻ പറ്റിയിട്ടില്ല. ഞാനുൾപ്പെടെ വാർഡിൽ മത്സരിച്ചിട്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് വന്നത്. അദ്ദേഹത്തിന് അങ്ങനെ സാധിച്ചിട്ടില്ല. അതിനുള്ള വിഷമമൊക്കെ അദ്ദേഹത്തിനുണ്ടാകും. അദ്ദേഹം എല്ലായിടത്തും രാജ്യസഭയിൽ നോമിനേറ്റഡാണ്, അതുപോലെ പാർട്ടി സെക്രട്ടറി ആയിട്ട് നോമിനേറ്റഡാണ്, മന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ നോമിനേറ്റഡാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്ര നോമിനേറ്റഡ് ആയതുകൊണ്ടുള്ള എക്സ്പീരിയൻസിൻ്റെ കുറവായിരിക്കാം ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, ദേഷ്യമില്ല, സഹതാപം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ വാർത്താ സമ്മേളനം എനിക്ക് പറയാനുള്ളത്. ഡെപ്യൂട്ടി മേയർ ചോദിച്ചു അല്ല, അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നേതാക്കൾ ആയിക്കോട്ടെ, അത് ചെയ്യുമല്ലോ. KK രാഗേഷ് പറയുന്ന പോലെ ചെയ്യാനല്ലല്ലോ നമ്മളിരിക്കുന്നത്. അത് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും, അത് ചെയ്യില്ല എന്ന് നമ്മൾ പറ്റില്ല. പ്രാഥമികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നേതാക്കന്മാരെ ചർച്ച ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. അത് പറഞ്ഞ ഉടനെ വക്കീലായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത് നടപടിക്രമം ചെയ്യുന്നുണ്ട്. പറഞ്ഞ ഉടനെ പോകണമെന്ന് അദ്ദേഹത്തിന് എന്താ നിർബന്ധം? അപ്പോൾ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും താല്പര്യമില്ല? അതെ, എനിക്ക് നിർബന്ധമുണ്ട്, ഞാൻ ചെയ്യും. അത് പിന്നെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത് ബന്ധപ്പെട്ട നേതാക്കന്മാരോട് ചർച്ച ചെയ്ത് വക്കീലുമാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അടുത്ത് തന്നെ അയക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതല്ല, ഞാൻ ഈ വാർത്താ സമ്മേളനത്തിൽ നിങ്ങളുടെ മുമ്പാകെ വെച്ചത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അത് LOA ടെൻഡർ നടപടി ചെയ്തു, LOA കൊടുത്തു, ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസിൽ കൃത്യമായി പോയിന്റ് 2-ൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ടെൻഡർ കോൺട്രാക്ടർ എഗ്രിമെന്റ് വെക്കണം 14 ദിവസത്തിനുള്ളിൽ ആഫ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് വളരെ കൃത്യമായി. അപ്പോൾ ആ AS എന്ന് പറയുന്നത് SLDC കമ്മിറ്റിയാണ്. അല്ലല്ല, അത് കൃത്യമായി പറഞ്ഞല്ലോ. ഒരു ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയായതിൻ്റെ ഭാഗമായിട്ട് കാരണം പിന്നെ പ്രീ ബിഡ് മീറ്റിംഗ് നടന്നു, ടെൻഡർ കഴിഞ്ഞു, ടെൻഡർ ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമുള്ള നോട്ട് മാത്രമാണ്. ഇല്ല, ഒരിക്കലും പോകാൻ കഴിയില്ല. അതിന് വളരെ കൃത്യമായി പോയിന്റ് 2 അവർക്ക് പറയാൻ കഴിയുമല്ലോ. ഞങ്ങൾ പിന്നെ അതിന് വളരെ കൃത്യമായിട്ടുണ്ടല്ലോ. അവർക്ക് ഒരു കാരണവശാലും കോടതിയിൽ പോയാൽ അവർക്ക് അതിനനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം വളരെ കൃത്യമായിട്ടുണ്ട്. പിന്നെ എഗ്രിമെന്റ് വെക്കേണ്ടത് ആഫ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടെൻഡർ വിളിക്കുമ്പോൾ അതുപോലെ ടെൻഡറിലും വളരെ കൃത്യമായി പറഞ്ഞു. ടെൻഡർ കാണിച്ചല്ലോ, ടെൻഡറിലും പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ എഗ്രിമെന്റ് SLDC കൂടിയതിന് ശേഷം മാത്രമേ, തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ എഗ്രിമെന്റ് വെക്കാൻ കഴിയുമെന്ന് ടെൻഡറിൽ ഉൾപ്പെടെ ഈ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ടെൻഡറിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഓൺലൈനായിട്ടുള്ളതാണ്, ആർക്കും തുറന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. അതൊന്നും ഒരു ഹൈലൈറ്റ് വെക്കുന്ന സാധനമൊന്നുമല്ല. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് അദ്ദേഹം സ്വബോധത്തോടെയാണോ, അല്ല ഞാൻ പറയട്ടെ, അത് അദ്ദേഹം സ്വബോധത്തോടെയാണോ സംസാരിക്കുന്നത്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. കാരണം ഇതിൽ LOA നമ്മൾ അന്ന് ഇയാൾ പറഞ്ഞതിന് ശേഷമല്ലേ കൊടുത്തിന്. LOA കൊടുത്ത് 29/9/2025 ദിവസത്തില കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷമല്ലേ ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
അദ്ദേഹമാണ് ഇംപ്ലിമെന്റിംഗ് എടുത്തിട്ടാണല്ലോ കൊടുക്കുന്നത്. കൗൺസിൽ തീരുമാനം എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഉണ്ട് ആ ലെറ്റർ ഇത്ര നേരം കാണിച്ചു തന്നത്. അത് അമൃത് 2-ലുള്ള പ്രൊജക്റ്റാണ്. ഇത്ര ഒരു സീവറേജ് ട്രീറ്റ്മെന്റിന്റെ സെക്ഷനിൽ ഇത്ര രൂപയാണ് നമുക്ക് ചെലവഴിക്കാൻ പറ്റുക. നമുക്ക് അത് ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ട എമൗണ്ടിനാണ് ടെൻഡർ വിളിക്കുന്നത്. ആ 40 എന്നുള്ളത് 140 ആയത് ടെക്നിക്കൽ എററാണ്. അത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ നമ്മളത് റീടെൻഡറിലേക്ക് പോയി. ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് അവിടെ വന്നത്. 40 കോടി എന്നുള്ളത് 140-ന് പകരം 40 ആയിപ്പോയതാണ്. ആ 1 എന്നുള്ളത് മിസ്സിംഗ് ആയി. അങ്ങനെയാണ് ഈ 140. അല്ല അതില് ഞാന് അല്ല അതില് ഒരു കൃത്യമായിട്ട് കാര്യം പറയാം. അതില് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ആദ്യം വിളിച്ചത് 24/7 ടെൻഡർ വിളിച്ചത്. വൈകുന്നേരമാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നയപരമായ തീരുമാനം എടുക്കാം എന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങൾ ഞങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ അടിച്ചു കയറുന്ന പണിയൊന്നും നമ്മുടെ പണിയല്ല. അതൊക്കെ ഉദ്യോഗസ്ഥരുടേതാണ്. അത് അന്ന് ആ DB ആണ് അതുമായി ബന്ധപ്പെട്ട വിഷയം ചെയ്തിട്ടുള്ളത്. അത് വൈകുന്നേരം അദ്ദേഹം ജോലിക്ക് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ചെയ്തതാണ്. അതായത് രാത്രി സൂപ്രണ്ടിങ് എഞ്ചിനീയർ അത് പരിശോധിച്ചപ്പോൾ അതിൽ എററുണ്ടെന്ന് മനസ്സിലാക്കുകയും പിറ്റേന്ന് രാവിലെ തന്നെ 25-ാം തീയതി രാവിലെ തന്നെ, കാരണം അത് ആകെ സൈറ്റിലുണ്ടായിട്ടുള്ള സമയം കേവലം 12-13 മണിക്കൂറാണ്. അത് ഉടനെ തിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല അത് രാത്രിയാണ്, പകലൊന്നുമില്ല. രാത്രി ടെൻഡർ കമ്പനിക്ക് രാത്രിയാണ് അതിൻ്റെ മുമ്പ് ഇരിക്കുന്നത്, എനിക്കറിയില്ല. ഒന്നും അത് മാത്രമല്ല, പിന്നീട് അത് കൂടാതെ ടെൻഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് അതിൽ ഈ DBയുടെ ഭാഗത്ത് വീണ്ടും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു പുതിയ സ്റ്റാഫാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. സാധാരണ ഈ ടെൻഡറുകളിൽ ടെക്നിക്കൽ ബിഡും അതുപോലെ ഫിനാൻസ് ബിഡും, അത് ആദ്യം ടെക്നിക്കൽ ബിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ ഫിനാൻസ് ബിഡ് ഓപ്പൺ ചെയ്യാവൂ എന്നുള്ളതാണ്. പക്ഷേ അത് അവർ ചെയ്യുമ്പോൾ രണ്ടും ഒരേ സമയത്ത് ഓപ്പണായി പോകുന്നു എന്നുള്ള ഒരു തെറ്റ് അതും ഞങ്ങളെല്ലാം കണ്ടെത്തി. ഞങ്ങൾക്കറിയില്ല. അത് പ്രീ ബിഡ് മീറ്റിംഗ് വിളിച്ചപ്പോൾ അന്ന് ഫസ്റ്റത്തെ ടെൻഡറിലാണ് കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ടെൻഡറിലാണ് ടെൻഡർ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ അന്നത്തെ പ്രീ ബിഡ് മീറ്റിൽ 14 കമ്പനികൾ പങ്കെടുത്തിരുന്നു. അവരാണ് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ടെൻഡർ സമർപ്പിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ ചെയ്ത ടെൻഡറിൽ എന്തോ എറർ സംഭവിച്ചിട്ടുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയത് അവരാണ്. ആ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി അതൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ക്യാൻസൽ ചെയ്യുക എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല. അത് ക്യാൻസൽ ചെയ്തു. പുതുതായിട്ട് വീണ്ടും ടെൻഡർ വിളിച്ചു. അത് ഇപ്പോൾ പങ്കെടുത്ത 14 കമ്പനികൾ ഉൾപ്പെടെ ആളുകളെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പങ്കെടുത്ത കമ്പനികൾക്ക് മാത്രമേ ഈ ടെൻഡർ പങ്കെടുക്കാൻ കഴിയൂ എന്ന ഒരു ക്ലോസ് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും അത് ടെൻഡർ കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ, ടെൻഡർ കണ്ടീഷനൊക്കെ വെച്ചത് ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളെല്ലാം കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് പോയത്. പ്രീ ബിഡ് മീറ്റിങ്ങിൽ ഓൺലൈനായി പങ്കെടുക്കാം, നേരിട്ട് പങ്കെടുക്കണമെന്നൊന്നുമില്ല. ഓൺലൈനായി അങ്ങനെ ഇത് DBOT സ്കീമാണ്. DBOT സ്കീമായതുകൊണ്ട് തന്നെ ഇത് സൈറ്റ് സന്ദർശിക്കണം, ഇതിൻ്റെ പ്രൊജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ അവർക്ക് ടെൻഡർ സമർപ്പിക്കാൻ കഴിയൂ. കാരണം അതിനുശേഷമാണ് ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയൂ. കാരണം ഇത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മളൊരു തുക നിശ്ചയിച്ച് എസ്റ്റിമേറ്റ് എടുത്ത്, സാധാരണ നമ്മളങ്ങനെയാണ് ടെൻഡർ ഒരു എസ്റ്റിമേറ്റ് എടുത്ത്, അല്ല ഒരു മിനിറ്റ് പറയട്ടെ. സാധാരണ ടെൻഡർ നടപടി ഇത് സ്കീം സാധാരണ നോർമൽ ടെൻഡർ എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് കഴിഞ്ഞ് ആ എസ്റ്റിമേറ്റിന് മേൽ ആളുകൾ ആ എസ്റ്റിമേറ്റ് നിരക്കിന് മേൽ പെർസെൻറ്റേജ് കുറച്ച് വിളിക്കും. ചില എബവ് കൂടിയിട്ടും വിളിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്കാരാണ് വിളിച്ചത് അവർക്കാണ് കിട്ടുക. എന്നാൽ ഈ DBOT സ്കീമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റാണ് വിളിക്കുക. അതിൽ ആ കൃത്യമായി അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയും. ഇത്ര റോഡ് ഇങ്ങനെ ചെയ്യണം, ഇന്ന മെഷീൻ സ്ഥാപിക്കണം, ഇന്ന സംഗതികൾ, ഇതൊക്കെ സ്ഥാപിക്കാനുള്ള എമൗണ്ട് എത്ര, ആദ്യം നമ്മൾ സ്പെസിഫിക്കേഷൻ പറയും. ആ സ്പെസിഫിക്കേഷൻ അതായത് ഉപയോഗിക്കുന്ന ടെക്നോളജി നമുക്ക് കോർപ്പറേഷന് സാധ്യമായ ടെക്നോളജി എന്തായിരിക്കുമെന്ന് പറയും. ഞങ്ങൾ MBR ടെക്നോളജിയാണ്, അല്ല MBBR ടെക്നോളജി ഞങ്ങൾ പറഞ്ഞത്. MBBR ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് പിന്നീട് വരുന്ന ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിൽ കോർപ്പറേഷൻ്റെ തനത് ഫണ്ട് ഉപയോഗിക്കണം.
അപ്പോൾ അതുകൊണ്ട് ഈ MBBR ടെക്നോളജിയിലാണ് പിന്നെ O&M ചിലവ് വളരെ കുറവ്. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ അത് ഞങ്ങൾ ടെക്നോളജി പറയും. അതുപോലെ എത്ര നെറ്റ്വർക്ക് വേണമെന്ന്, ഏതൊക്കെ വാർഡിനെയാണ് പിന്നെ ഇത് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അത് പറയും. പിന്നെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പറയുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് DBOT വ്യവസ്ഥകൾ. ഇവിടെ DBOT വ്യവസ്ഥ പ്രകാരം കണ്ണൂർ കോർപ്പറേഷനിൽ തന്നെ ഒരു FSTPയുടെ പ്രവൃത്തി നടക്കുന്നുണ്ട്. അത് നടത്തുന്നത് IRTC ആണ്. സർക്കാർ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ മറ്റൊന്ന് ഞാൻ പറയാൻ വിട്ടുപോയത്, യഥാർത്ഥത്തിൽ ഇത് വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത സമയത്ത് അത് പിന്നെ അവർ DPR തയ്യാറാക്കി പ്രൊജക്റ്റ് പൂർത്തിയാകാതെ വന്നപ്പോൾ ഞങ്ങൾ ഓപ്പൺ ടെൻഡറിലേക്ക് പോകുന്ന സമയത്ത് അതിന് മുന്നേ ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കീഴിലുള്ള IRTC എന്ന സ്ഥാപനത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ ഞങ്ങൾ സമീപിച്ചിരുന്നു. അത് അക്രഡിറ്റ് ഏജൻസിക്ക് ത്രൂ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമീപിച്ചിരുന്നു. യഥാർത്ഥത്തിൽ IRTC നിലവിൽ നടത്തുന്ന FSTP തന്നെ ഒരുപാട് അപാകതകളാണ്. അപ്പോൾ അപാകതകൾ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ DPR തയ്യാറാക്കൽ അപാകത, അതിൻ്റെ ഭാഗമായി കോർപ്പറേഷന് ഒരുപാട് അധിക ബാധ്യതകൾ വന്നിട്ടുണ്ട്. അവിടെ അവർ ഇലക്ട്രിഫിക്കേഷൻ അവർ DPR കാണിച്ചിട്ടില്ല. അപ്പോൾ അത് വീണ്ടും കാണിക്കുകയും ഞങ്ങൾ സർക്കാരിലേക്ക് കൗൺസിൽ തീരുമാനമെടുക്കുക സർക്കാരിലേക്ക് അയക്കുകയും സർക്കാർ അത് ഓൺ ഫണ്ടിൽ വെക്കണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ഞങ്ങൾക്ക് ഓൺ ഫണ്ടിലൂടെ ഏതാണ്ട് 19 ലക്ഷം രൂപ ഈ രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇവിടെ DPRൽ അപാകത കാരണം. കാരണം ഈ മേഖലയിൽ പരിചയമില്ലാത്ത ആളുകൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായി DPRൽ വീണ്ടും DPR കൃത്യമായി ഇതുണ്ടായിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നമ്മുടെ MLCPൻ്റെ വിഷയം നമ്മൾ പറയാറുണ്ട്. DPR അപാകതയാണ്. അവർ കിറ്റ്കോ എന്ന കമ്പനിക്കാണ്, സർക്കാർ നേരിട്ടാണ് കിറ്റ്കോ എന്ന കമ്പനിക്ക് DPR തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ആ DPR അപാകതകൾ കാരണമാണ് എസ്റ്റിമേറ്റ് റിലീസ് ചെയ്യേണ്ടത് വന്നതും ഉദ്ഘാടനം ഇത്ര വൈകിയതും. ഇങ്ങനെ സർക്കാർ നേരിട്ട് പല സംവിധാനങ്ങൾക്കും നേരിട്ട് കൊടുക്കും. ഈ IRTC എന്നത് ഇവരുടെ പിന്നെ പാർട്ടിയുടെ സംവിധാനമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കീഴിലുള്ളതാണ്. അവർക്ക് കൊടുക്കാത്ത കാരണമാണ് ഇതിന്റെ പ്രശ്നം മുഴുവൻ. IRTC അവിടെ കയറി ഇറങ്ങുകയും അവർക്ക് ഈ ടെൻഡർ കിട്ടാൻ വേണ്ടി മാക്സിമം അവർ ട്രൈ ചെയ്യുകയും ചെയ്തു. അതിന് നമ്മൾ കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഓപ്പൺ ടെൻഡർ വിളിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ പരസ്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ ടെൻഡർ വിളിച്ചത്. ആർക്കും അതിൽ പങ്കെടുക്കാം. ഇതിൽ എങ്ങനെയാണ് ഭരണസമിതി, ഇത് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഓപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ പറയാം ഭരണസമിതി എന്തെങ്കിലും നടത്തി എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ. ഇതിൽ ഒന്നും ആയിട്ടില്ല, നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ ഇരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ എങ്ങനെ അഴിമതി നടത്തുക എന്നുള്ളത് അറിയില്ല. അത് അവർക്ക് പരിചയമുള്ളതുകൊണ്ടല്ലേ അവർ പറയുന്നത്. IRTC പങ്കെടുത്തില്ല, അക്രഡിറ്റഡ് ഏജൻസി അല്ല, അവർക്ക് അന്നേരം നഷ്ടം വരും. അവരോട് നമ്മൾ പറഞ്ഞു നിങ്ങൾ പങ്കെടുക്ക്. അല്ല പ്രീ മീറ്റിംഗിൽ 6 പേര് പങ്കെടുത്തിട്ടുണ്ട്. ഇത് ജോയിന്റ് വെഞ്ചറായി പങ്കെടുക്കാം. അല്ല DBOT അത് പറയേണ്ട കാര്യമില്ല. കാരണം DBOT സ്കീമിനെ പറയുമ്പോൾ ഇത് സർക്കാരിൻ്റെ ഉത്തരവാണ്. നിങ്ങൾക്ക് ഞാൻ കോപ്പി വേണമെങ്കിൽ തരാം. DBOT സ്കീമിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജോയിന്റ് വെഞ്ചറായി ചെയ്യാമെന്നുള്ളത്. അത് എല്ലാ കമ്പനികൾക്കും അറിയാം. ഈ IRTC ഉൾപ്പെടെയുള്ള കമ്പനികൾ ജോയിന്റ് വെഞ്ചറിന് ശ്രമിച്ചിട്ട് അവരുടെ കൂടെ ജോയിന്റ് വെഞ്ചറാകാൻ ഒരു കമ്പനിയും തയ്യാറില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. യഥാർത്ഥത്തിൽ അതാണ് വസ്തുത. കേരളത്തിൽ നടത്തി പരിചയമുള്ള ആളുകൾക്ക് മുൻഗണന എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നടത്തി കോഴിക്കോട് ചെയ്തിട്ടുണ്ടല്ലോ. അവർ ഓൺഗോയിങ് പ്രൊജക്ട് ഉണ്ടല്ലോ. അല്ലല്ല അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങളിൽ ഒരു വിഷയം അദ്ദേഹത്തിന് അറിവില്ലായ്മെന്ന് പറയുന്നത്. കാരണം അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ ഈ വിഷയത്തിൽ ഈ കമ്പനി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അവർ കൃത്യമായി അത് സർവേ നടത്തുകയും DPR തയ്യാറാക്കുകയും എഗ്രിമെൻ്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാർക്ക് അതുകൊണ്ട് ഓൺഗോയിങ് അതുകൊണ്ട് അവർ സർവേ നടത്തി DPR തയ്യാറാക്കിയാൽ അത് അംഗീകരിച്ചാൽ, അത് അവിടുത്തെ കൗൺസിൽ അംഗീകരിച്ചാൽ അത് ഓൺഗോയിങ് പ്രൊജക്റ്റാണ്. അത് ഓൺഗോയിങ് പ്രൊജക്റ്റായി. പിന്നീട് അത് അവരുടെ DPR അവിടുത്തെ ഭരണസമിതി അംഗീകരിച്ചല്ലോ വളരെ കൃത്യമായി. കോഴിക്കോട് കോർപ്പറേഷൻ അവർ തന്നെ ഭരിക്കുന്ന കോർപ്പറേഷൻ, LDF ഭരിക്കുന്ന കോർപ്പറേഷൻ, അവർ വളരെ കൃത്യമായി അവർ ചെയ്തപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ അവർക്ക് ഫുൾ മാർക്കും കൊടുത്തിട്ടില്ല. കേവലം 5 മാർക്ക് മാത്രമേ നമ്മൾ അവിടെ കൊടുത്തിട്ടുമുള്ളൂ.
ഒന്നും ആയിട്ടില്ല. കാരണം അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് നടക്കൂല എന്ന് ആദ്യമേ ഫസ്റ്റത്തെ മീറ്റിംഗ് തന്നെ അദ്ദേഹം പറഞ്ഞത് നടക്കൂല. അവിടെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്. സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, ഗവൺമെന്റ് അല്ല തീരുമാനിക്കേണ്ടത്. ഇത് ഹൈപ്പവർ കമ്മിറ്റിയല്ല തീരുമാനം. നമ്മൾ സുതാര്യമായിട്ടാണ് നടത്തിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നടത്തൂല എന്ന് പറഞ്ഞ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഇത്തരം ഈ വികസന പ്രവർത്തനം കൂടി വന്നാൽ കണ്ണൂർ കോർപ്പറേഷന്റെ വികസന പ്രവർത്തനം ഇത് കൂടി എഴുതി ചേർക്കപ്പെടും. അപ്പോൾ ഇതുകൊണ്ട് നടക്കാൻ പാടില്ല. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും നടക്കാൻ വിടൂല എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് ഈ നിയമപരമായ വിഷയങ്ങളിൽ അത് കിട്ടൂല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ യോജിച്ച് പോകാം. നടത്താൻ വിടൂല എന്ന് പറയുമ്പോൾ CPM ആണ് ഭരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പോൾ അല്ല അതിനോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സമയമുണ്ട്. എത്രയോ പരിശോധന. അത് ഡാറ്റ എൻട്രി നടത്തുമ്പോൾ ഉണ്ടാകുന്ന അപാകതകളല്ലേ. അതിപ്പോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങള് ഭരണകർത്താക്കൾ അതെ ഞാനേ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അല്ല അതില് ഞാൻ പറയുന്നത് അതില് ഇതിന്റെ ഇംപ്ലിമെന്റിങ് ഓഫീസർ സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ്. സൂപ്രണ്ടിങ് എഞ്ചിനീയർ അദ്ദേഹം നേരിട്ട് ടെൻഡർ വിളിക്കാൻ അപ്ലോഡൊന്നും ചെയ്യൂല. അദ്ദേഹം തൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയാണ് ചെയ്യാറ്. അദ്ദേഹം അത് അവസാനം പരിശോധിക്കും. അപ്പോൾ അന്ന് സൂപ്രണ്ടിങ് എഞ്ചിനീയർ സുബ്രഹ്മണ്യമാണ്. അദ്ദേഹം പിന്നീട് ട്രാൻസ്ഫറായി പോയിട്ടാണ് ചന്ദ്രൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ അന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കൗൺസിൽ പറയുകയാണ്. ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ 3 മാസം കൂടെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അന്ന് പുതിയ അന്ന് ജോയിൻ ചെയ്ത ഒരു ഓവർസിയറായിരുന്നു. DB ആയിട്ട് ഒരു ഓവർസിയറാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ടെൻഡർ വിളിച്ച രാഹുലാണ് പേര്. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട പരിജ്ഞാനക്കുറവുണ്ടായിരുന്നു. ആ പരിജ്ഞാനക്കുറവിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഈ പറഞ്ഞ ക്ലിനിക്കൽ മിസ്റ്റേക്ക് എന്നല്ലേ പറഞ്ഞേ. അതാരും പറഞ്ഞ എങ്ങനെ അത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ആ ക്ലിനിക്കൽ മിസ്റ്റേക്ക് വരുത്തി എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പറയാ എനിക്ക് തെറ്റുപറ്റി പോയെന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ പറയോ? അങ്ങനെ ഉണ്ടോ? തെറ്റിപ്പോയത് ടെൻഡറിൽ എന്തിനാ പറയുന്നത്? അത് വിശദീകരണം ചോദിച്ചാൽ അത് ഒരു സംശയം ഞാൻ വളരെ ചെറിയൊരു സംശയം ചോദിക്കാം. എൻ്റെ കയ്യിൽ 40 രൂപയേ ഉള്ളൂ. അത് 100 രൂപയായി വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എവിടെ നിനക്ക് കിട്ടുക? അങ്ങനെ കോർപ്പറേഷൻ ഒന്ന് എഴുതിയിട്ട് 40 150 ആക്കിയാൽ പൈസ കിട്ടുമോ? അതെന്താ സംശയം? അങ്ങനെ കിട്ടൂലല്ലോ. അതാണ് മേയറും ഡെപ്യൂട്ടി മേയറും പറയുന്നത്. അതെങ്ങനെ കിട്ടുക മനോജ് ഭായ്? അങ്ങനെ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അല്ല. ഒരു മിനിറ്റ് ഡെപ്യൂട്ടി അതെ ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായി. ഞാൻ പറയട്ടെ. അതായത് 40 കോടി രൂപ എങ്ങനെ 150 നിങ്ങൾ പറഞ്ഞെന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇല്ലാത്ത പൈസ ഉണ്ടെന്ന് പറയാൻ വേണ്ടി കഴിയുമോ? ഞങ്ങൾക്ക് വളരെ വ്യക്തമായി ആ ടെൻഡർ പങ്കെടുത്ത എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് അമൃത് 2 പ്രൊജക്റ്റിൽ ഇത്ര കോടി രൂപ ഉണ്ടെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. വാട്ടർ അതോറിറ്റിക്ക് DPR തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തിട്ട് അത് നടക്കാത്ത വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കാലങ്ങളായി ഇത്ര തുകയുടേതാണെന്ന് അല്ല പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ല ഒറ്റ മിനിറ്റ് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അപ്പോൾ അത് ഞങ്ങൾക്ക് അതിലൊരു കാര്യവും പറയാൻ കഴിയില്ല. 140 വർദ്ധിപ്പിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പിന്നീട് ഈ ക്ലറിക്കൽ ഞാൻ പറഞ്ഞില്ല 24/7 ചെയ്ത സാധനം വൈകുന്നേരം അദ്ദേഹം ജോലി പൂർത്തിയാക്കിയിട്ട് വൈകുന്നേരത്താണ് ഏറ്റവും അവസാനം ചെയ്ത ജോലിയാണ് അത്. പിന്നീട് സൂപ്രണ്ടിങ് എഞ്ചിനീയർ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉടനെ അത് പിറ്റേന്ന് രാവിലെ തന്നെ തിരുത്തി. ആകെ വൈകുന്നേരം 5 മണി മുതൽ കണക്കൂട്ടിയാൽ മതി. വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 10-11 മണിക്കാണ് തിരുത്തിയത്. അതുകൊണ്ട് സമയം ശരിക്കും പറഞ്ഞാൽ എത്ര മണിക്കൂർ 18-19 മണിക്കൂറുകൾ ഉണ്ടായത്. രാത്രി സമയത്ത് ഉണ്ടായ തിരുത്തിയത് പോലും അവിടെ ഓൺലൈനിൽ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഓൺലൈനിൽ വളരെ കൃത്യമായി കാണുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അതിൽ അങ്ങനെയാണെങ്കിൽ നമുക്കത് ഹൈഡ് ചെയ്യാൻ അല്ല, അത് മനസ്സിൽ കോമൺ സെൻസുള്ള ആർക്കും മനസ്സിലായിക്കൂടെ? അത് തെറ്റാണ്. ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇത് നിങ്ങൾ പറയുന്നത് ഇത് നിങ്ങൾ പറയുന്നത് പോലെ നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല. അതിപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ എൻ്റെ ഒരു വാദം, ഒരു ചെറിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു 3 പൊളിറ്റിക്കൽ പോയിന്റ് ഇതിനകത്തുണ്ട്. ഒന്ന്, കെ രാഗേഷ് DC ആയി വരുമ്പോൾ, സെക്രട്ടറി ആയി വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം കോർപ്പറേഷൻ പിടിക്കണം. അതിന് ഏതറ്റം വരെ പോകണം. MP ചാരാനെ കൊണ്ടാവില്ല. അതുകൊണ്ട് അല്ല കേൾക്ക് പിന്നെ കേൾക്ക് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇത് പിടിക്കലാണ് ആത്യന്തികമായ ലക്ഷ്യം. ഒന്നെന്തായി, ഒന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ അടവിലും തടവിലും UDF മുമ്പിലാണ് എന്ന കാര്യം നമ്മുടെ രേഖകൾ പരിശോധിച്ചാൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്ന ആളുകളല്ലേ. ഏറ്റവും ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടുതന്നെയാണ് നമ്മൾ പോകുന്നത്. വികസനം, അതോടൊപ്പം പൊളിറ്റിക്കൽ പ്രതിരോധം, ഇത് തീർത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ അവർക്ക് വല്ലാത്ത കുണ്ഠിതമുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ആരോപണങ്ങൾ എത്ര 5 വർഷമായില്ലേ ടിഒ മോനുള്ളപ്പോൾ വ്യക്തിപരം അദ്ദേഹത്തിന്. ഇപ്പോൾ അത് അവിടെ ഏശാതെ വന്നപ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിക്ക് നേരെ, അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാലോ, കൗൺസിൽ പരിശോധിച്ചാൽ മനോജ് ഇപ്പോൾ എല്ലാ കൗൺസിലും വരുന്ന ആളുകളാണ്. അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ മേയറെ കുറിച്ച് പുകഴ്ത്തിയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അവസാനം പിടിവള്ളി കിട്ടണം. ഇത് തെരഞ്ഞെടുപ്പിന്റെ സ്റ്റണ്ടാണിത്. അതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. മേയർക്ക് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി UDFന്റെ സപ്പോർട്ട് അറിയിക്കാൻ തന്നെ ഞങ്ങളെല്ലാം വന്നിട്ടുള്ളത് അതിശക്തമായി. തീർച്ചയായും എന്താ ഒരുപാട് മനസ്സ് വേദനിക്കും. കാരണം ഇത്തരം ഇല്ലാത്ത ആരോപണങ്ങൾ വരുമ്പോൾ മനസ്സ് പച്ച മനുഷ്യനെന്ന രീതിയിൽ മനസ്സിൽ വേദനിക്കും. പക്ഷെ അങ്ങനെ വേദനിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ CPM പോലുള്ള ഒരുപാട് പിന്നെ ഈ പറഞ്ഞ അതില് നിങ്ങൾക്ക് അറിയാലോ അതിന്റെ കാര്യം എന്താണെന്ന് നമ്മൾ വരും പറയണ്ട, നിങ്ങൾക്ക് അറിയാം. അതിനെപ്പറ്റി നമ്മളിനി പറയണ്ട. അതില്ല, അത് പാർട്ടി പുറത്താക്കിയതല്ലേ. അദ്ദേഹം നിരന്തരമായി പിന്നെ വ്യക്തിയാക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നു. കൗൺസിലിൽ പോലും വ്യക്തിയാക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം താല്പര്യമുള്ള അദ്ദേഹത്തിന് ഈ വിഷയം വന്നാൽ അദ്ദേഹം ഉണ്ടില്ല. അദ്ദേഹത്തിന് താല്പര്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വ്യക്തി താല്പര്യമാണ്, അവിടെ പാർട്ടി താല്പര്യമൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു വ്യക്തിയായി മാറി എന്നതാണ്. അല്ല ഇവിടെ ഞാൻ പറയുന്നത് ഇത് എന്തിനാണ് തുടക്കം കുറിച്ചിട്ട് വേണം ഭരണസമിതി എന്ന് പറയുന്നത്. ചർച്ചയും ഭയപ്പെടുന്നു. നിങ്ങൾ അത് പറയാത്തത്, നിങ്ങൾക്ക് ചർച്ച വേണ്ട, നിങ്ങൾക്ക് വാഗ്വാദങ്ങൾ വേണ്ട, പ്രതിരോധം വേണ്ട, ഏകപക്ഷീയമായി അങ്ങനെ ജയിച്ചു പോകാൻ വിടില്ല. ഞങ്ങൾ നിയമസഭയേക്കാൾ ശക്തമാണ് കണ്ണൂർ കോർപ്പറേഷൻ. എഴുതി വെച്ചോ, കണ്ണൂർ കേരള നിയമസഭയിൽ നടക്കുന്നതിനേക്കാൾ ഘോരമായ പൊളിറ്റിക്കൽ ചർച്ചയും അതുപോലെ തന്നെ വികസന ചർച്ചയും നടക്കുന്ന പ്രദേശമാണ് കണ്ണൂർ കോർപ്പറേഷൻ. നിങ്ങൾ ഏതെങ്കിലും കോർപ്പറേഷൻ ഇത്തരം ചർച്ച നടക്കാറുണ്ടോ? ഞങ്ങൾ ഇഞ്ചോടിഞ്ച് തന്നെയാണ് കണ്ണൂർ നഗരത്തിൽ. ആദ്യമായി പറയാനുള്ളത്, ഇതെന്തിനാണ് പുകമറ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റും സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാലോ, എന്തിനാണ് ഈ ഇങ്ങനെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി 3-4 പേപ്പറും വാങ്ങി അത് വായിക്കാണ്ട് ആയിരിക്കാം. കാരണം പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അദ്ദേഹം അപേക്ഷ നൽകിയിട്ട് കാണുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് എന്നാൽ പിന്നെ അത് കിട്ടിയാലൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടേ? കിട്ടിയ ഉടനെ ഇതാ കിട്ടിപ്പോയി എന്ന് പോലെ പിന്നെ പറയുന്നത് നടിച്ചാൽ അത് കിട്ടിയ സാധനം വായിച്ചു നോക്കാനെങ്കിലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് വായിച്ചില്ലെങ്കിൽ അദ്ദേഹം പിന്നെ പത്രസമ്മേളനം നടത്തൂല. വളരെ കൃത്യമായി പിന്നെ അമൃത ഡയറക്ടറുടെ കത്തിലും പിന്നെ അതിൽ കൗൺസിലും എഗ്രിമെൻറ്റിലും LOയിലും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് വളരെ കൃത്യമാണ്. അതിൽ എങ്ങനെ മനസ്സിലായി കേട്ടില്ല. അതങ്ങനെ നമുക്കത് പരിചയമില്ല. അദ്ദേഹത്തിന് പരിചയമുള്ളതായിരിക്കാം, അതിന് പഠിക്കണോ? അദ്ദേഹത്തിന് അത് പരിചയമുള്ളതായിരിക്കാം,
ഞാനതാ പറയുന്നത്, അദ്ദേഹത്തെ കരാറുകാർ കാണാൻ പോയി എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. നമ്പർ വാങ്ങി വെച്ചു, നമ്പർ വാങ്ങി വെച്ചിട്ട് എന്നിട്ട് വീണ്ടും എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു പരിപാടിയിൽ ഉൾപ്പെടെ പറഞ്ഞതും ഒരു പ്രശ്നങ്ങളാക്കിയത്. അപ്പോൾ അദ്ദേഹം വിളിച്ചത് കുറഞ്ഞുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ തോന്നുന്നത്. കാരണം അത് വിളിച്ചപ്പോൾ ഒരു കരാർ ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നും കിട്ടൂല, ഒന്നും കൊണ്ടാക്കി ടെൻഡറിൽ പങ്കെടുത്താൽ പാർട്ടി ഓഫീസിൽ എത്ര പെട്ടെന്ന് വന്നത് എനിക്കറിയില്ല. അത് ചർച്ച ചെയ്ത് പോകണ്ട പോട്ട്. നമുക്ക് ഞങ്ങളത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇന്ന് രാവിലെയാണ് കിട്ടിയത്. ഇപ്പൊ നമുക്കിപ്പോൾ നമ്മുടെ ഈ അവസാന നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇലക്ഷൻ ഡിക്ലറേഷൻ വരാനിരിക്കുന്നു. ഞാൻ മത്സരത്തിലില്ല, വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞതാണ്. ബാക്കി എല്ലാവരും ഉണ്ടാവും. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി ഏറ്റവും നല്ല കാൻഡിഡേറ്റ് തന്നെ ലീഗായാലും കോൺഗ്രസ് ആയാലും മുന്നോട്ട് വെക്കും. അതാണ് നമ്മുടെ പാരമ്പര്യം എന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ പാർട്ടിയാണ് പറയേണ്ടത്. ഇപ്പൊ ആര് ഉണ്ടാകും, ഇപ്പൊ നാളെ ഇപ്പൊ നമുക്കിപ്പോ എന്ത് ഗ്യാരണ്ടി? നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളെ കാറിലേക്ക് എത്താൻ കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടാകും. ഇത് പോകുന്നതൊക്കെ ഇതല്ലേ. അപ്പോൾ അത് പാർട്ടി തീരുമാനിക്കും. കൃത്യമായിട്ട് വരും. പാർട്ടിക്ക് വളരെ ദീർഘവീക്ഷണമുള്ള പാർട്ടിയാണ്. വളരെ വികസന കാഴ്ചപ്പാടുള്ള സംവിധാനമാണ് UDF. ആ UDFിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടയ്ക്ക് മേയർമാർ മാറുന്നുണ്ടെങ്കിലും വികസന കാഴ്ചപ്പാടുകൾ മാറുന്നില്ല. വളരെ കൃത്യമായി 20 മുതൽ 25 വരെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇല്ലാതാക്കാൻ, അത് താറടിച്ച് കാണിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കെതിരെ, കാരണം ഒരുപാട് നിങ്ങൾക്ക് നഗരത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ പല മാറ്റങ്ങളും കണ്ടിട്ടുണ്ടാകാം. പല മാറ്റങ്ങളും നഗരത്തിൽ ഒരു എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ കോർപ്പറേഷൻ ഒരു ഭരണാധികാരി ഉണ്ട് എന്ന് കളി വരാൻ വേണ്ടി സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതൊക്കെ നമ്മൾ കളി കൊണ്ടുവരാൻ വേണ്ടി അതൊക്കെ നമ്മൾ ചെയ്തിട്ട് വലിയ ജനങ്ങളുടെ സപ്പോർട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വിരളി പൊടിച്ചായിരിക്കാം ഇത്തരം കാര്യങ്ങളായിട്ട് വരുന്നത്. ഏത് രാജേശ്വര അത് നിങ്ങൾ അത് പറയേണ്ടത് പത്രമാധ്യമങ്ങൾ പറയണം. അദ്ദേഹം വെളിപ്പെടുത്തണം. കാരണം ഇദ്ദേഹത്തിന് ഇത്ര അല്ല, അത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യും. അതിൽ ഇപ്പോൾ പെട്ടെന്ന് പറയാമെങ്കില ആലോചിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ ആസ്തി അദ്ദേഹത്തിന് വെളിപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തന എന്ന രീതിയിൽ അദ്ദേഹം ഈ കാലയളവിൽ ജനസമൂഹത്തിന് മുമ്പാകെ ജീവിച്ച ആളാണ്. അപ്പോൾ അതാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ഈ അഴിമതി ആരോപണം എന്നെ ഒരു വ്യക്തിഹത്യ ചെയ്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റെ ആസ്തികളെ കൃത്യമായിട്ട് പരിശോധിക്കാം. എനിക്ക് കൃത്യമായി എൻ്റെ ഭാര്യ രണ്ട് മക്കൾ ഒരു വീട് പൂർത്തിയാകുന്നൊരു വീട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടുണ്ട്. തൽക്കാലം നിർത്തി വെച്ചിട്ട് കുറേ കാലമായി, പൈസ ഇല്ലാത്തതുകൊണ്ട്. അതിൽ മാത്രം അത്യാവശ്യം അത് കൃത്യമായിട്ട് ഇലക്ഷനിൽ ആസ്തി വികസന പാടില്ല. അത് ഞാൻ കൃത്യമായിട്ട് ഇലക്ഷന് മത്സരിക്കുമ്പോൾ കൊടുത്ത അത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഉണ്ട് പോകുന്നത്. ശരി എന്നാ.